ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് കേറ്ററ്റിൻ്റെ ഡിസംബർ 2020 നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. കാറ്റഗറി 3 ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാറ്റഗറി 3 ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പാർട്ട് 1 എന്ന് പറയുമ്പോൾ നമ്മൾ BEdന് പഠിച്ച കുറച്ച് ടോപ്പിക്സുകളാണ്, സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് 2 എന്ന് പറയുമ്പോൾ ഗ്രാമർ സെക്ഷൻ ആണ്. കംപ്ലീറ്റ്ലി നമ്മുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രാമർ സെക്ഷൻ ആണ്. ആൻഡ് പാർട്ട് 3 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ ഡിഗ്രിക്കും PGക്കും അതുപോലെ BEdനും സബ്ജക്റ്റായിട്ട് ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് എടുത്തത് ആ ഒരു ടോപ്പിക്കിൽ നിന്നായിരിക്കും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ പാർട്ട് 1 ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1 ഫസ്റ്റ് 1 to 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഉത്തരങ്ങളും അതോടൊപ്പം നല്ല എക്സ്പ്ലനേഷൻസും ആയിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക. നമുക്ക് ഒരു ഡിലേയും ഇല്ലാതെ വീഡിയോയിലേക്ക് കടക്കാം. First question. In Erikson's model, the key challenge of young adulthood is option A, trust versus mistrust, option B, intimacy versus isolation, option C, identity versus role confusion, option D, integrity versus despair. So ഇതിന്റെ കറക്റ്റ് ഉത്തരം intimacy versus isolation ആണ്. Erik Erikson is known as the father of psychosocial development. Psychosocial developmentന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എറിക് എറിക്സൺ ആണ്. സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് ടോട്ടൽ 8 സ്റ്റേജസ് ആണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റേജ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ഇവിടെ ഈ ഒരു ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് നടക്കുന്നത് ഏതൊരു ഏജിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 to 18 monthsലാണ് ഓർ ഇൻഫൻസി. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. അത് നടക്കുന്നത് 19 months to 3 years ആണ്. ആ ഒരു ഏജിനെ നമുക്ക് മസ്കുലാർ ഏനൽ ഏജ് എന്നും അല്ലെങ്കിൽ ടോട്ട്ലർ ഏജ് എന്നും അറിയപ്പെടുന്നു. തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. അത് 3 to 6 yearsലാണ് നടക്കുന്നത്. ആ ഒരു സ്റ്റേജിനെ നമുക്ക് ലോക്കോ മോട്ടോർ ജെനിറ്റൽ ഏജ് എന്നും അതുപോലെ പ്ലേ ഏജ് ഓർ പ്രീ സ്കൂൾ ഏജ് എന്നും അറിയപ്പെടുന്നു. ഫോർത്ത് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആണ്. 6 to 12 years ആണ്. ഇവിടെ ഈ ഒരു ഏജ് എന്ന് പറയുമ്പം സ്കൂൾ ഏജ് അല്ലെങ്കിൽ ലേറ്റൻസി ഏജ് എന്നും അറിയപ്പെടുന്നു. ഫിഫ്ത്ത് സ്റ്റേജ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആണ്. അവിടെ അഡോളസൻസ് ആണ് മെയിൻ ആയിട്ട് ഈ ഏജ് ഗ്രൂപ്പിൽ വരുന്നത്. 12 to 19 years അഡോളസൻസിന് ഉണ്ടാകുന്നതാണ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഓക്കെ, സിക്സ്ത് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. അത് ഏർലി ഓർ യങ് അഡൾട്ട്ഹുഡ് ആണ്. ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 19 to 45 years വരെ വരാം. സോ ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ അത് ഏർലി യങ് അഡൾട്ട്ഹുഡ് ഏജ് ആണ്. ഓക്കെ, ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ ആണ് സെവൻത്ത് സ്റ്റേജ്. അത് മിഡിൽ അഡൾട്ട്ഹുഡ് ആണ്. ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 45 to 65 years ആണ്. ആൻഡ് ഫൈനൽ സ്റ്റേജ് ഇന്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പയർ. ഈ ഒരു കോൺഫ്ലിക്റ്റ് ഏത് ഏജ് ഗ്രൂപ്പിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 65 years ഓൺവേർഡ്സ് ടിൽ ഡെത്ത് വരെയാണ്. ഓക്കെ, അവിടെ ഒരു സിനിലിറ്റി ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ സിനിലിറ്റി? സിനിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്രീസ് ഇൻ എബിലിറ്റി ടു തിങ്ക്, റിമെമ്പർ ആൻഡ് കോൺസെൻട്രേറ്റ്. ഒരു ഓൾഡ് ഏജിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും ഏത് ഏജിൽ? ഈ ഒരു 65 years ഓൺവേർഡ്സ് ടിൽ ഡെത്ത് വരെ. അവിടെ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആണ് ഈ പറഞ്ഞ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റൈറ്റിംഗ് ദ ലേണേഴ്സ് റെസ്പോൺസ് ഓൺ ചോക്ക് ബോർഡ് ഇസ് എ സബ് സ്കിൽ ഓഫ് ഡാഷ്. അതിൻ്റെ ഓപ്ഷൻസ് നോൺ വെർബൽ റീഇൻഫോഴ്സ്മെന്റ്, ഓപ്ഷൻ ബി വെർബൽ റീഇൻഫോഴ്സ്മെന്റ്, ഓപ്ഷൻ സി ക്വസ്റ്റ്യനിങ് സ്കിൽസ്, ഓപ്ഷൻ ഡി സ്റ്റിമ്യൂലസ് വേരിയേഷൻ. ഇതിൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്, കാരണം ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്. എങ്കിലും നമുക്ക് ബാക്കി ഈ മൊത്തം ഓപ്ഷൻസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. വാട്ട് ഈസ് റീഇൻഫോഴ്സ്മെന്റ്? എന്താണ് റീഇൻഫോഴ്സ്മെന്റ്? നമ്മൾ സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. വി ആർ ട്രൈങ് ടു സ്ട്രെങ്തൻ ദ കണക്ഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. ഇറ്റ് ഈസ് കോൾഡ് റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ, ഇനി റീഇൻഫോഴ്സ്മെന്റ് തന്നെ നോൺ വെർബൽ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, വെർബൽ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്. വെർബൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് വെച്ചാൽ ത്രൂ വെർബലി, വെർബൽ ലൈക്ക് റിട്ടൺ ഓർ ഓറൽ, അതിനെയാണ് നമ്മൾ വെർബൽ എന്ന് പറയുന്നത്. ലൈക്ക് ടീച്ചേഴ്സ് കുട്ടികളെ പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ
സംസാരിക്കാറുണ്ട്. ലൈക്ക് എക്സലൻറ്റ്, യു ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ്, ഗുഡ്, വെരി ഗുഡ് എന്നൊക്കെ പറയാറുണ്ട്. അതിനെയാണ് നമ്മൾ പോസിറ്റീവ് വെർബൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നെഗറ്റീവ് വെർബൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസപ്രൂവ് ചെയ്യുകയാണ് കുട്ടി ചെയ്ത എന്തെങ്കിലും ഒരു ആക്ടിനെ. ലൈക്ക് യു ആർ സെയിങ് സ്റ്റോപ്പ് ഇറ്റ്, ജസ്റ്റ് ഗെറ്റ് ഔട്ട്, റോങ് ആൻസർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി നോൺ വെർബൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സബ് സ്കിൽസ് ആയിട്ട് വരുന്നതാണ് ജെസ്റ്റേഴ്സ്, സ്മൈൽസ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി മൂവ്മെന്റ്സ് ദാറ്റ് ദ ടീച്ചർ ഇസ് യൂസിങ്. ടീച്ചർ ലാംഗ്വേജിലൂടെ അല്ലാതെ എന്തൊക്കെ രീതിയിലാണ് കുട്ടികളെ റീഇൻഫോഴ്സ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ നോൺ വെർബൽ റീഇൻഫോഴ്സ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് തേർഡ് ഓപ്ഷൻ സ്റ്റിമ്യുലസ് വേരിയേഷൻ എന്താണ്? അതിൽ വരുന്നത് ടീച്ചർ ഇസ് ട്രൈങ് ടു ഹോൾഡ് ആൻഡ് സസ്റ്റെയിൻ ദ പ്യൂപ്പിൾസ് അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. കുട്ടികൾ എങ്ങനെയെങ്കിലും ക്ലാസ്സിൽ ശ്രദ്ധിക്കണം, അതിന് ടീച്ചർ യൂസ് ചെയ്യുന്ന കുറച്ച് ട്രിക്സുകളും ടിപ്സുകളും അതുപോലെ സ്ട്രാറ്റജീസിനെയാണ് നമ്മൾ സ്റ്റിമ്യുലസ് വേരിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ദ ടീച്ചർ വിൽ ബി ഷോയിങ് സം കൈൻഡ്സ് ഓഫ് വീഡിയോസ്, അല്ലെങ്കിൽ ഇൻറ്ററാക്ഷൻ നടത്തുകയും ഓഡിയോ വിഷ്വൽ എയ്ഡ്സിലൂടെ പഠിപ്പിക്കുകയും, അല്ലെങ്കിൽ ഷീ ഈസ് ഷോയിങ് സം പിക്ചേഴ്സ്. സോ ഇതൊക്കെ സ്റ്റിമുലസ് വേരിയേഷൻ്റെ ഒരു പാർട്ടാണ്. ഇനി ക്വസ്റ്റ്യനിങ് നിങ്ങൾക്കറിയാം, വാട്ട് ഡു യു തിങ്ക് അല്ലെങ്കിൽ വൈ ഡു യു തിങ്ക് ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത് ഈ ഒരു ആൻസർ കറക്റ്റ് ആയിരിക്കും എന്ന്. അങ്ങനെ ടീച്ചർ ഒരു സ്റ്റുഡൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിങ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. യു ലുക്ക് അറ്റ് എ പിക്ചർ ഫോർ സെവറൽ സെക്കൻഡ്സ് ആൻഡ് ദെൻ ക്ലോസ് യുവർ ഐസ് ടൈറ്റ്ലി. You attempted to visualize the picture of that you viewed. Here you try to utilize the visual sensory memory which is named as option A, echoic memory, option B, iconic memory, option C, semantic memory, option D, long-term memory. So, ഇതിൻ്റെ correct answer iconic memory ആണ്. ദ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. യു ലുക്ക് അറ്റ് എ പിക്ചർ ഫോർ സെവറൽ സെക്കൻഡ്സ്, നമ്മൾ ഒരു പിക്ചറിലോട്ട് കുറച്ച് സെക്കൻഡ്സിൽ നോക്കിയിരിക്കുകയാണ്. ആൻഡ് ദെൻ യു വിൽ ക്ലോസ് യുവർ ഐസ്, ടൈറ്റായിട്ട് നമ്മൾ ഐസ് ക്ലോസ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ആ കണ്ട പിക്ചർ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ത് കൈൻഡ് ഓഫ് മെമ്മറിയാണ്, എന്ത് വിഷ്വൽ സെൻസറി മെമ്മറിയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഐക്കോണിക് മെമ്മറിയാണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസിലോട്ട് നോക്കാം. ഇക്കോയിക് മെമ്മറി എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ഓഡിറ്ററി മെമ്മറി ലാസ്റ്റിംഗ് നോ മോർ ദാൻ 3 to 4 seconds. ഇക്കോയിക് മെമ്മറി എന്ന് പറയുമ്പോൾ എന്താണ്? ഓഡിറ്ററി മെമ്മറിയാണ്, നമുക്ക് കേൾവിയിലൂടെ കിട്ടുന്ന മെമ്മറിയാണ് ഒരു ഓഡിറ്ററി അല്ലെങ്കിൽ ഇക്കോയിക് മെമ്മറി എന്ന് പറയുന്നത്. ലൈക്ക് എ പേഴ്സൺ ഇസ് ട്രൈയിങ് ടു റിമെമ്പർ എ സീരീസ് ഓഫ് നമ്പേഴ്സ് സംവൺ എൽസ് വാസ് റിസൈറ്റിംഗ്. തൊട്ടപ്പുറത്ത് നിന്ന് ആരൊക്കെയോ എന്തൊക്കെയോ ഡിജിറ്റ്സ് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇപ്പുറത്ത് നിൽക്കുന്ന ആള് അത് കേട്ടിട്ട് പറയാൻ ശ്രമിക്കുകയാണ്, മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഇക്കോയിക് മെമ്മറി എന്ന് പറയുന്നത്. അവിടെ സൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഐക്കോണിക് മെമ്മറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ വിഷ്വൽ മെമ്മറി. പിന്നെ തേർഡ് വൺ സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് ലോങ് ടേം മെമ്മറി. നമുക്ക് ലോങ് ടേം മെമ്മറിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം അല്ലെങ്കിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, സെമാൻറ്റിക് മെമ്മറി ആൻഡ് എപ്പിസോഡിക് മെമ്മറി. സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ നോളജ് ഓഫ് വേർഡ്സ് ആൻഡ് ദെയർ മീനിങ്സ്, ഒബ്ജക്ട്സ്, കോൺസെപ്റ്റ്സ്, ഫാക്ട്സ് എക്സെട്ര. നമുക്ക് ഫോർ എക്സാമ്പിൾ ആപ്പിൾ എന്ന് പറയുന്ന ആ ഒരു ഫ്രൂട്ടിനെ കുറിച്ച് നമുക്ക് ഒരു നോളജ് ഉണ്ട്. It is round in shape, it is red or green in color, it has seeds inside it, അല്ലേ? അപ്പം സീഡ്സ് ഉണ്ട്, അതുപോലെ റെഡ് ഓർ ഗ്രീൻ കളറിൽ അവൈലബിൾ ആണ്, റൗണ്ട് ഷേപ്പാണ് അതിന്. അങ്ങനെയുള്ളൊരു നോളജ് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ പറ്റിയോ ഒരു കോൺസെപ്റ്റിനെ പറ്റിയോ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലോങ് ടേം മെമ്മറി എന്ന് പറയുമ്പോൾ എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുമ്പോൾ ഹിയർ വി ആർ ട്രൈങ് ടു റീകോൾ സ്പെസിഫിക് ടൈം ആൻഡ് പ്ലേസ് ദ ഈവൻറ്റ്സ് ഒക്കേർഡ്. ഒരു ഈവൻറ്റ് ഒക്കർ ചെയ്ത ആ ഒരു സ്പെസിഫിക് ടൈമും അതുപോലെ തന്നെ എവിടെ വെച്ചാണോ ഒക്കർ ചെയ്തത് അത് നമ്മൾ മാക്സിമം റീകോൾ ചെയ്യാനായിട്ട് റിമെമ്പർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. വെൻ ആൻഡ് വെയർ എപ്പിസോഡായിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. സോ ലോങ് ടേം മെമ്മറി ഇസ് ഡിവൈഡഡ് ഇൻ ടു സെമാൻറ്റിക് ആൻഡ് എപ്പിസോഡിക് മെമ്മറി. സോ നമ്മൾ ഇത്രയും ഓപ്ഷൻസും നോക്കിയിട്ടുണ്ട്. അപ്പം ഈ 4 ഓപ്ഷൻസിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് അടുത്ത വട്ടം വരുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എഴുതാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഡിഫെൻസ് മെക്കാനിസം? ഓക്കെ,
ഓപ്ഷൻ എ ജനറലൈസേഷൻ, ഓപ്ഷൻ ബി പ്രൊജക്ഷൻ, ഓപ്ഷൻ സി അഗ്രഷൻ, ഓപ്ഷൻ ഡി റിയാക്ഷൻ ഫോർമേഷൻ. ഇതിൽ കറക്റ്റ് ആൻസർ ജനറലൈസേഷൻ ആണ്. കാരണം അങ്ങനെ ഒരു ഡിഫൻസ് മെക്കാനിസം ഇല്ല. നമുക്കിനി ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് എ പേഴ്സൺ അക്യൂസിങ് സം വൺ എൽസ് ഓഫ് ഹാവിങ് തോട്ട്സ് ഓർ ഫീലിംഗ്സ് ദാറ്റ് ദേ ദെംസെൽവ്സ് ആർ ഹാവിങ്. നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ്, അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം, ആ ഒരു ഫീലിംഗ് മറ്റൊരാളിലേക്ക് നമ്മൾ ആരോപിക്കുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഒരാളോട് ഭയങ്കര ദേഷ്യമാണ്, പക്ഷേ ഞാൻ അയാളോട് അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുകയാണ് അയാൾക്ക് എന്നോട് ഭയങ്കര ദേഷ്യമാണ്. ഓക്കെ, അങ്ങനെ വിചാരിക്കുന്നതിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. യു ഹേറ്റ് സം വൺ ആൻഡ് യു ബിലീവ് ദാറ്റ് സം വൺ ഹേറ്റ്സ് യു. അയാൾ നമ്മളെ ഹെയ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. ആക്ച്വലി നമ്മളാണ് അയാളെ ഹെയ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിഫെൻസ് മെക്കാനിസം എഗ്രഷൻ ഓർ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റിന്റെ കീഴിൽ വരുന്നതാണ് എഗ്രഷൻ എന്ന് പറയുന്ന ഡിഫെൻസ് മെക്കാനിസം. Here, a person is redirecting a negative emotion from its original source to a less threatening recipient. ഇവിടെ എന്താണ് ഒരാൾ ചെയ്യാൻ ശ്രമിക്കുന്നത്? റീഡയറക്റ്റ് ചെയ്യുകയാണ് ഒരു നെഗറ്റീവ് ഇമോഷൻ. ഒറിജിനൽ സോഴ്സിൽ നിന്നുണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഇമോഷനെ ഒരാൾ റീഡയറക്റ്റ് ചെയ്യുകയാണ്, മാറ്റി വേറെ ഡയറക്ഷനിലോട്ട് കൊണ്ടുപോവുകയാണ്. ടു എ ലെസ് ത്രെറ്റനിങ് റെസിപ്പിയൻറ്റ്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മളുടെ ക്ലാസ്സിൽ വെച്ചിട്ട് ടീച്ചർ ഒരു കുട്ടീനെ ഇൻസൾട്ട് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ ടീച്ചർ ഒരു കുട്ടീനെ നല്ലപോലെ വഴക്ക് പറയുന്നു. കുട്ടിക്ക് ശരിക്കും വിഷമമായിട്ടുണ്ട്, പക്ഷേ കുട്ടി അത് ടീച്ചറിനോട് പ്രകടിപ്പിക്കുന്നില്ല. മറിച്ച് കുട്ടി വീട്ടിലോട്ട് വരുമ്പം മിസ്സിനോടുള്ള ദേഷ്യം, ടീച്ചറിനോടുള്ള ദേഷ്യം അമ്മയോട് തീർക്കുന്നു, അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ ആരോടെങ്കിലും തീർക്കുന്നു. അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ടീച്ചറിനോട് ഡയറക്റ്റ്ലി കുട്ടിക്കൊന്നും പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ഷീ ഈസ് എ ടീച്ചർ. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ആരെ എന്ത് പറഞ്ഞാലും കുട്ടിക്ക് അങ്ങനെ വലിയ പ്രശ്നം കാണത്തില്ല. അപ്പോൾ കുട്ടി മിസ്സിനോടുള്ള ദേഷ്യം വീട്ടുകാരോട് അല്ലെങ്കിൽ അമ്മയോട് തീർക്കുന്നു. അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. വേർ എ പേഴ്സൺ ഇസ് റീഡയറക്റ്റിംഗ് എ നെഗറ്റീവ് ഇമോഷൻ ഫ്രം ഇറ്റ്സ് ഒറിജിനൽ സോഴ്സ് ടു എ ലെസ് ത്രെറ്റനിങ് റെസിപ്പിയൻറ്റ്. ഓക്കെ, നമ്മുടെ ഫൈനൽ ഓപ്ഷൻ ദാറ്റ് ഇസ് റിയാക്ഷൻ ഫോർമേഷൻ. എന്താണ് റിയാക്ഷൻ ഫോർമേഷൻ? യു ആക്ട് ദ ഓപ്പോസിറ്റ് ഓഫ് വാട്ട് വൺ തിങ്സ് ഓർ ഫീൽസ്. ഓക്കെ, ഇപ്പോൾ എനിക്ക് ശരിക്കും വിഷമമാണ് എൻ്റെ മനസ്സിലുണ്ടാകുക എന്ന് വിചാരിക്കുക. പക്ഷേ ആ വിഷമത്തെ ഞാൻ പോസിറ്റീവായിട്ട് എനിക്ക് സന്തോഷമാണെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് പെരുമാറുന്നതിനെയാണ് നമ്മൾ റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. ആക്ടിങ് ദ ഓപ്പോസിറ്റ് ഓഫ് വാട്ട് വൺ തിങ്സ് ഓർ ഫീൽസ്. ഇപ്പോൾ എനിക്കൊരാളോട് ദേഷ്യമാണ്, പക്ഷേ ഞാൻ ആ ദേഷ്യം മാറ്റിയിട്ട് ഞാൻ അയാളെ സ്നേഹിക്കുകയാണ്. അതിനെയാണ് നമ്മൾ റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ തിയറിസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. ഇത് ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിലും പറഞ്ഞതാണ്. കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ബ്രൂണറിൻ്റെ ആണ്. ഇനി ഡേവിഡ് ഒസ്ബെലിൻ്റെ ആണ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. ജീൻ പിയാജെയുടെ ആണ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. ആൻഡ് ലെവ് വൈഗോട്സ്കിയുടെ ആണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടീച്ചർ യൂസസ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഫോർ റിവീലിംഗ്. ഓപ്ഷൻ എ കോൺഷ്യസ്, ഓപ്ഷൻ ബി അൺകോൺഷ്യസ്, ഓപ്ഷൻ സി ആപ്റ്റിറ്റ്യൂഡ്, ഓപ്ഷൻ ഡി ഇൻ്റലിജൻസ്. ഓക്കെ, പ്രൊജക്റ്റീവ് ടെക്നിക് അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ടെസ്റ്റാണ്. ഒരു പേഴ്സണാലിറ്റി, ഒരു പേഴ്സൻ്റെ ഉള്ളിലുള്ള മൈൻഡിൻ്റെ അസസ്മെൻറ്റിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ടെസ്റ്റാണ്. ഇനി ഇതിൻ്റെ കീഴിൽ നമുക്ക് വേറെ കുറച്ച് ടെസ്റ്റുകൾ നോക്കാം. ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് സ്ട്രാൻഫോർഡ് ബിനെറ്റ് സ്കെയിൽ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. സ്ട്രാൻഫോർഡ് ബിനെറ്റ് സ്കെയിൽ മെഷേഴ്സ് വാട്ട്? ഇൻ്റലിജൻസ് ആണ്. അതിൽ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് ആപ്റ്റിറ്റ്യൂഡും ഇൻ്റലിജൻസും പേഴ്സണാലിറ്റി ഇതെല്ലാം കിട്ടും. അപ്പം ഇൻ്റലിജൻസ് ടെസ്റ്റിൻ്റെ ഒരു മെഷർ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഈ ഒരു സ്ട്രാൻഫോർഡ് ബിനെറ്റ് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ മിനിസോട്ട മൾട്ടിഫെസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി. അപ്പോൾ അതിൽ ആ പേരിൽ തന്നെ ഉണ്ട് പേഴ്സണാലിറ്റി ഇൻവെന്ററി ആണെന്ന്. ഓക്കെ, MMPI അല്ലെങ്കിൽ MMI എന്ന് വെറുതെ ചോദിച്ചാലും ഇറ്റ്സ് എ പേഴ്സണാലിറ്റി
ടെസ്റ്റാണ്. മിനിസോട്ട മൾട്ടിഫാസിക് ഇൻവെന്ററി. ഇറ്റ്സ് എ പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഇനി മിനിസോട്ട മെക്കാനിക്കൽ അസംബ്ലി ടെസ്റ്റ് അല്ലെങ്കിൽ മാറ്റ് എന്നറിയപ്പെടുന്ന മിനിസോട്ട മെക്കാനിക്കൽ അസംബ്ലി ടെസ്റ്റ് അതൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി അറിയാനുള്ള ടെസ്റ്റാണ് മിനിസോട്ട മെക്കാനിക്കൽ അസംബ്ലി ടെസ്റ്റ് ഓർ സിംപ്ലി മാറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ is program designed for option A mentally challenged, option B socially disadvantaged, option C intellectually gifted, option D culturally deprived. Okay, നമുക്കറിയാം ആരാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഇന്റലക്ച്വലി ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഗിഫ്റ്റഡ് ചൈൽഡ് ഇസ് എ ചൈൽഡ് ഹു ഹാവ് എക്സ്ട്രാ ഓർഡിനറി ഇന്റലക്ച്വൽ കപ്പാസിറ്റി. സാധാ നോർമൽ ആയിട്ടുള്ള കുട്ടികളെക്കാട്ടിലും കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഇൻ്റലിജൻസ് ഉള്ള ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള കുട്ടികളെയാണ് നമ്മൾ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ is associated with intellectually gifted children. Next question. Select the most suitable technique to deal with dyscalculia. നമുക്കറിയാം what dyscalculia is അല്ലേ. എൻ്റെ പ്രീവിയസ് വീഡിയോസിലും ഞാൻ അതിനെക്കുറിച്ച് നോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. dyscalculia എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഡിസബിലിറ്റി ടു ഡു കാൽക്കുലേഷൻസ്. നമുക്ക് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു എബിലിറ്റി നഷ്ടപ്പെടുകയാണ് ഇവിടെ ഡിസ്കാൽക്കുലിയയിൽ. അപ്പോൾ സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ടെക്നിക് ടു ഡീൽ വിത്ത് ഡിസ്കാൽക്കുലിയ. ഇതിൻ്റെ കറക്റ്റ് ഉത്തരം പിയർ അസിസ്റ്റൻസ് യൂസിങ് ഡയഗ്രംസ്. ഓപ്ഷൻ എ ഓക്യുപേഷണൽ തെറാപ്പി, ഓപ്ഷൻ ബി മൾട്ടി സെൻസറി ലാംഗ്വേജ് അപ്രോച്ച്, ഓപ്ഷൻ സി ഇൻഡക്റ്റീവ് അപ്രോച്ച് ആൻഡ് ഓപ്ഷൻ ഡി പിയർ അസിസ്റ്റൻസ് യൂസിങ് ഡയഗ്രം. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പിയർ അസിസ്റ്റൻസ് യൂസിങ് ഡയഗ്രം ആണ്. കാരണം ഒക്യുപേഷണൽ തെറാപ്പി അവിടെ നടക്കുന്നതല്ല. മൾട്ടി സെൻസറി, പല സെൻസിനെ ഉണർത്താനായിട്ട് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ലാംഗ്വേജ് അപ്രോച്ചും നടക്കത്തില്ല ഇവിടെ. ഇൻഡക്റ്റീവ് അപ്രോച്ചും നടക്കത്തില്ല. പക്ഷേ ഡിസ്കാൽക്കുലിയ ഉള്ള കുട്ടികൾക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിന് പിയർ അസിസ്റ്റൻസ് ആവശ്യമാണ്. ആൻഡ് ഓൾസോ യൂസിങ് ഡയഗ്രംസ്. കുറേ ടൈപ്സ് ഓഫ് പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻസും ഡയഗ്രംസും യൂസ് ചെയ്തിട്ട് മാത്രമേ ഇങ്ങനെയുള്ള ഡിസ്കാൽക്കുലിയ ഉള്ള കുട്ടികൾക്ക് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് വൺ വിച്ച് ഡസൻറ്റ് ബിലോങ് ടു ദ കാറ്റഗറി ഓഫ് ബേസിക് നീഡ്. ചൂസ് ദ കറക്റ്റ് വൺ വിച്ച് ഡസൻറ്റ് ബിലോങ് ടു ദ കാറ്റഗറി ഓഫ് ബേസിക് നീഡ്. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനും റോങ് ആണ്. പക്ഷെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അനലൈസ് ചെയ്യണം. കാരണം തിയറി ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ എബ്രഹാം മാസ്ലോയുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണല്ലോ കേറ്ററ്റ് പോലുള്ള ഈവൻ നെറ്റ് എക്സാംസിന് വരെ അങ്ങനെ ചോദിക്കാം. അപ്പോൾ ഈ ഒരു തിയറി ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ വാസ് ഡെവലപ്ഡ് ബൈ എബ്രഹാം മാസ്ലോ. അതിൽ 5 നീഡ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നീഡുകൾ. ഓക്കെ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് എയർ, വാട്ടർ, ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, റീപ്രൊഡക്ഷൻ എക്സെട്ര. മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ നീഡ്സ് ആണ് ഈ പറഞ്ഞ എയർ, വാട്ടർ, ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, റീപ്രൊഡക്ഷൻ എക്സെട്ര. ഇനി രണ്ടാമത്തെ സ്റ്റേജ് ആണ് അല്ലെങ്കിൽ രണ്ടാമത്തെ നീഡാണ് സേഫ്റ്റി നീഡ്സ്. നമുക്ക് എല്ലാവർക്കും സേഫ് ആയിട്ടിരിക്കാൻ ആഗ്രഹമുള്ളവരാണ്. പേഴ്സണൽ സെക്യൂരിറ്റി, എംപ്ലോയ്മെൻറ്റ്, ഹെൽത്ത് ഇഷ്യൂസിലും എംപ്ലോയ്മെൻറ്റിലും എന്ത് കാര്യത്തിലും നമ്മൾ എപ്പോഴും സെക്യൂർ ആയിട്ട് സേഫ് സോണിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതാണ് സേഫ്റ്റി നീഡ്സ്. കമ്മിങ് ടു ദ തേർഡ് ടൈപ്പ് ഓഫ് നീഡ്, ദാറ്റ് ഈസ് ലവ് ആൻഡ് ബിലോങ്ങിങ്. നമുക്ക് എപ്പോഴും മറ്റുള്ളവരാൽ ലവ് ചെയ്യപ്പെടാനും മറ്റുള്ളവരെ ലവ് ചെയ്യാനും ഇഷ്ടമാണ്. ഫ്രണ്ട്ഷിപ്പ്, ഇൻറ്റിമസി, ഫാമിലി, ലവ്, ഇതെല്ലാം ലവ് ആൻഡ് ബിലോങ്ങിങ്ങിൽ വരുന്നതാണ്. ഫോർത്ത് നീഡ് എന്ന് പറയുമ്പം എസ്റ്റീമാണ്. നമുക്ക് ഒരു സ്വന്തമായിട്ടൊരു സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് എസ്റ്റീം, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു റെസ്പെക്റ്റ് ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ അതാണ് സെൽഫ് എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഫൈനൽ നീഡ് എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന നീഡാണ് ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ, അച്ചീവിങ് വൺസ് ഫുൾ പൊട്ടൻഷ്യൽ. നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് കപ്പാസിറ്റി, നമ്മുടെ കേപ്പബിലിറ്റി, നമ്മളുടെ എബിലിറ്റീസ് കണ്ടുപിടിച്ച് മാക്സിമം അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
സോ ഇതിലെ ഏറ്റവും താഴത്തെ ലെയറിലുള്ള 3 നീഡ്സുകൾ, ദാറ്റ് ഈസ് ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ്, ഇതിനെ നമ്മൾ ഡി നീഡ്സ് എന്നും കൂടി വിളിക്കുന്നുണ്ട്. ഡി നീഡ്സ്, ഡെഫിഷ്യൻസി നീഡ്സ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെലക്ട് ദ കറക്റ്റ് കോമ്പിനേഷൻ റിലേറ്റഡ് ടു കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ഓക്കെ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ കുറച്ച് കോമ്പിനേഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ ഒരു CCEയുടെ. അത് ഏതൊക്കെയാണ് ആ റൈറ്റ് കോമ്പിനേഷൻ എന്നാണ്. ഓപ്ഷൻ എ ടു ഡെവലപ്പ് കോഗ്നിറ്റീവ് സൈക്കോമോട്ടോർ സ്കിൽസ് ആൻഡ് ടു കമ്പാരിസൺ ബിറ്റ്വീൻ ദം. ഓപ്ഷൻ ബി ഡിറ്റർമൈൻ social utility and to maintain desired standard of performance. Option C to label the students and collect information continuously and record them. Option D to mark the poor, intelligent, inefficient and apply child-centered methods of teaching. So ഇതിന്റെ കറക്റ്റ് ഉത്തരം എന്തായിരിക്കും? To determine social utility and to maintain desired standard of performance. CCEയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ടു ഡിറ്റർമൈൻ സോഷ്യൽ യൂട്ടിലിറ്റി, ഓക്കെ, ആൻഡ് ടു മെയിൻറ്റെയിൻ ഡിസയേർഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർഫോമൻസ്. നമുക്ക് 11th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സെലക്ട് ദ കറക്റ്റ് വൺ അക്കോർഡിംഗ് ടു സ്കിന്നർ. പണിഷ്മെന്റ് ക്യാൻ സ്ട്രെങ്തൻ ദ ബിഹേവിയർ. പണിഷ്മെന്റ് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് ആർ ദ സെയിം. ബിഹേവിയർ കാൺ ബി മോഡിഫൈഡ്. ബിഹേവിയർ ഇസ് ഇന്നേറ്റ്. ഇതിലെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. പണിഷ്മെന്റ് ക്യാൻ സ്ട്രെങ്തൻ ദ ബിഹേവിയർ. സോ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ്, ഈ 4 കോൺസെപ്റ്റുകൾ നമ്മുടെ സ്കിന്നറിൻ്റെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ വരുന്നതാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു വാട്ട് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, വാട്ട് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്സ് ആർ. ഇനി നമുക്ക് റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ് എന്താണെന്ന് നോക്കാം. റിവാർഡ്സ് കൊടുക്കുക എന്ന് വെച്ചാൽ ടീച്ചർ എന്തെങ്കിലും കുട്ടികൾ നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ സ്ട്രോങ് ആകാൻ വേണ്ടി, സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് റിവാർഡ്സും പണിഷ്മെന്റ്സും കൊടുക്കാറുണ്ട്. സോ ഈ ഒരു റിവാർഡും പണിഷ്മെന്റും എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് ഇൻ ബിഹേവിയർ സ്ട്രെങ്തനിങ്. ഓക്കെ, സ്ട്രെങ്തനിങ് ഓഫ് ദ ബിഹേവിയർ. ഈ ഒരു റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ് ഹെൽപ്സ് ഇൻ സ്ട്രെങ്തനിങ് ദ ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു കുട്ടിയുടെ ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് റിവാർഡ്സും പണിഷ്മെന്റും. അവിടെ റിവാർഡ്സ് എന്ന് പറയുമ്പോൾ ഇൻക്രീസസ് ദ ബിഹേവിയർ ആൻഡ് പണിഷ്മെന്റ്സ് എന്ന് പറയുമ്പോൾ റെഡ്യൂസസ് എ ബിഹേവിയർ. അപ്പോൾ എന്ത് വന്നെന്ന് പറഞ്ഞാലും ഈ റിവാർഡ്സും പണിഷ്മെന്റ്സും ടുഗെദർ ക്യാൻ സ്ട്രെങ്തൻ ദ ബിഹേവിയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കുമല്ലോ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. പണിഷ്മെന്റ് ക്യാൻ സ്ട്രെങ്തൻ ദ ബിഹേവിയർ. ഒന്നെങ്കിൽ പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ റെഡ്യൂസ് ദ ബിഹേവിയർ, റിവാർഡ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ ബിഹേവിയർ. എന്തായാലും സ്ട്രെങ്തനിങ് ഓഫ് ദ ബിഹേവിയർ ആണ് ആ ഒരു പ്രോസസ്സിൽ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ജെസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ? ഓക്കെ, ജെസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസ് ഇതിൽ ഓപ്ഷൻസ്: ഓപ്ഷൻ എ പ്രോക്സിമിറ്റി, ഓപ്ഷൻ ബി ലോ ഓഫ് ഡിസ്യൂസ്, ഓപ്ഷൻ സി ലോ ഓഫ് ക്ലോഷർ ആൻഡ് ഓപ്ഷൻ ഡി ലോ ഓഫ് പ്രാഗ്നാൻസ്. ഓക്കെ, പ്രാഗ്നാൻസ്. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഓഫ് ഡിസ്യൂസ് ആണ്. ബാക്കിയുള്ളതെല്ലാം ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് പ്രാഗ്നാൻസ്, ഇതൊക്കെ ജെസ്റ്റാൾട്ട് പ്രിൻസിപ്പിളിൽ വരുന്നതാണ്. ഇനി നമുക്കിത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. Gestalt principles, they are the principles of similarity, continuity, closure, proximity, figure ground, symmetry, order, pragnance. അപ്പം ജെസ്റ്റാൾട്ട് പ്രിൻസിപ്പൾസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പ്രിൻസിപ്പൾസ് ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് സിമിലാരിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ക്ലോഷർ, പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഫിഗർ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫിഗർ റിലേഷൻഷിപ്പ്, പ്രിൻസിപ്പിൾ ഓഫ് സിമെട്രി ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഓർഡർ ഓർ പ്രാഗ്നാൻസ്. ഓക്കെ, ഇത്രയും പ്രിൻസിപ്പിൾസ് ആണ് ഈ ഒരു ജെസ്റ്റാൾട്ട് പ്രിൻസിപ്പിളിന്റെ കീഴിൽ വരുന്നത്. ഇനി നമ്മളുടെ ഇവിടെ കിടക്കുന്ന ഓപ്ഷൻ ലോ ഓഫ് ഡിസ്യൂസ് എന്ന് പറയുന്നത് തോണ്ടൈക്കിന്റെ ലോ ഓഫ് ഇഫക്റ്റ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് റെഡിനെസ്, ഈ 3 കോൺട്രിബ്യൂഷനും അല്ലെങ്കിൽ ഈ 3 ഇഫക്റ്റുകളും തോണ്ടൈക്കിന്റെയാണ്. അതിൽ ഞാനിപ്പോൾ പറഞ്ഞ ലോ ഓഫ് എക്സസൈസിന്റെ കീഴിൽ വരുന്നതാണ് ലോ ഓഫ് യൂസ് ആൻഡ് ലോ ഓഫ് ഡിസ്യൂസ്. ഓക്കെ, തോണ്ടൈക്കിന്റെ ലോ ഓഫ് എക്സസൈസിന്റെ കീഴിൽ വരുന്നതാണ് ഈ ഒരു ലോ ഓഫ് യൂസും ലോ ഓഫ് ഡിസ്യൂസും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നോട്ട്സ് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ വി ക്യാൻ മൂവ് ടു ദ 13th ക്വസ്റ്റ്യൻ.
According to Freud, the structure of psyche are option A, ego, id and superego. Option B, unconscious, subconscious and conscious. Option C, oral, anal, phallic. Option D, primary, secondary and tertiary. So the correct answer is option A, ego, id and superego. Okay. So ഫ്രോയിഡിൻ്റെ സ്ട്രക്ചർ ഓഫ് സൈക്കി അല്ലെങ്കിൽ ടോട്ടാലിറ്റി ഓഫ് മൈൻഡ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്നതാണ് ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. എന്നാൽ ഫ്രോയിഡിൻ്റെ 3 ലെവൽസ് ഓഫ് അവെയർനെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്നതാണ് പ്രീ കോൺഷ്യസ്, കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. ഓക്കെ, അവിടെ സബ് കോൺഷ്യസിനെ കുറിച്ച് ഫ്രോയിഡ് പറയുന്നില്ല 3 ലെവൽസ് ഓഫ് അവെയർനെസ്സിൽ, മറിച്ച് 3 ലെവൽസ് ഓഫ് അവെയർനെസ്സിൽ വരുന്നത് പ്രീ കോൺഷ്യസ്, കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് ആണ്. ഇനി ഫ്രോയിഡിൻ്റെ സ്ട്രക്ചർ ഓഫ് സൈക്കി എപ്പോഴും എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ 3 ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ ആണ്. ഇനി കമ്മിങ് ടു ദ ഓറൽ, എയ്നൽ, ഫാലിക് സ്റ്റേജ്. ഓക്കെ, അത് ഫ്രോയിഡ് പ്രൊപ്പോസ് ചെയ്ത ഒരു ഐഡിയ ആണ് ദാറ്റ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇൻ ചൈൽഡ്ഹുഡ് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് സൈക്കോസെക്ഷുവൽ സ്റ്റേജസ് സച്ച് ആസ് ഓറൽ, എയ്നൽ, ഫാലിക്, ലേറ്റൻസി ആൻഡ് ജെനിറ്റൽ സ്റ്റേജസ്. അപ്പം 5 സ്റ്റേജസ് ആണ് ഇവിടെ ഫ്രോയിഡ് പറയുന്നത്. ഓറൽ സ്റ്റേജ്, എയ്നൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻസി സ്റ്റേജ് ആൻഡ് ജെനിറ്റൽ സ്റ്റേജ്. ഓക്കെ, ഇനി നമുക്ക് 14th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സെലക്ട് ദ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് പുട്ട് ഫോർവേഡ് ബൈ ആൽപോർട്ട്. ആൽപോർട്ട് പുട്ട് ഫോർവേഡ് ചെയ്ത പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓപ്ഷൻ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഓപ്ഷൻ ബി കോഗ്നിറ്റീവ്, ഇമോഷണൽ, സൈക്കോളജിക്കൽ. Option C is ego and superego. Option D, cardinal, central and secondary. So the correct answer to this question is option D, cardinal, central and secondary. Okay, നമുക്കപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് നോക്കാം. കാർഡിനൽ എന്ന് പറയുമ്പോൾ ട്രേറ്റ്സ് ദാറ്റ് ഡോമിനേറ്റ്സ് ആൻ ഇൻഡിവിജ്വൽസ് എൻറ്റയർ പേഴ്സണാലിറ്റി. ഓക്കെ, ഒരു ഇൻഡിവിജ്വലിൻ്റെ, ഒരു പേഴ്സൻ്റെ എൻറ്റയർ പേഴ്സണാലിറ്റീനെ ഡോമിനേറ്റ് ചെയ്യുന്ന ഏതൊരു ട്രേറ്റിനെയും നമുക്ക് കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറയാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ട്രേറ്റ് ഇസ് വെരി റെയർ. അങ്ങനെ ഒരു ട്രേറ്റ് ഒരാൾക്ക് ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ ഇതാണ്, ഈ ഒരു ക്യാരക്ടറാണ്, ഈ ഒരു ട്രേറ്റ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്, ഏറ്റവും കൂടി നിൽക്കുന്നത് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് തോന്നുന്ന ഇമോഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ല വേറെ ഒരു സമയത്ത് തോന്നുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ട്രേറ്റ്സുകൾ അങ്ങനെ ഏതാണ് കറക്റ്റായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡിനൽ സ്റ്റേജ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് അത് ഭയങ്കര റെയർ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, കമ്മിങ് ടു ദ സെൻട്രൽ സ്റ്റേജ്. ഓക്കെ, സെൻട്രൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവിടെ ട്രേറ്റ്സ് ദാറ്റ് മേക്സ് അപ്പ് അവർ പേഴ്സണാലിറ്റീസ്. എക്സാമ്പിൾ ഫ്രണ്ട്ലി, ഓണസ്റ്റ്, കൈൻഡ്, ലോയൽ. ട്രേറ്റ്സ് ദാറ്റ് മേക്ക് അപ്പ് അവർ പേഴ്സണാലിറ്റി, നമ്മുടെ പേഴ്സണാലിറ്റീനെ ഉണ്ടാക്കിയിരിക്കുന്ന, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ട്രേറ്റ്സുകളെയാണ് നമ്മൾ സെൻട്രൽ ട്രേറ്റ്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഒരാളെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ പറയാം ഷീ ഈസ് വെരി ജെനുവിൻ, ഷീ ഈസ് വെരി ലവ്ലി, ഷീ ഈസ് ഓണസ്റ്റ്, ഷീ ഈസ് കൈൻഡ്. ഓക്കെ, അങ്ങനെ നമ്മൾ കുറച്ച് അഡ്ജക്റ്റീവ്സ് കൊടുക്കും. അപ്പോൾ ആ ഒരു പേഴ്സണാലിറ്റീനെ മേക്കപ്പ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ട്രേറ്റ്സുകളെയാണ് നമ്മൾ സെൻട്രൽ ട്രേറ്റ്സ് എന്ന് വിളിക്കുന്നത്. Coming to the secondary traits, these are the traits that are only present under certain conditions and circumstances. ചില കണ്ടീഷൻസിൻ്റെയും സർക്കംസ്റ്റൻസിൻ്റെയും കീഴിൽ മാത്രം ഉണ്ടാകുന്ന ചില ട്രേറ്റ്സുകളെയാണ് നമ്മൾ സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ആ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ മാത്രമേ അങ്ങനത്തെ ഉള്ള ഇമോഷൻസ് അല്ലെങ്കിൽ ട്രേറ്റ്സ് നമുക്ക് വരാറുള്ളൂ. എക്സാമ്പിൾ, ഗെറ്റിംഗ് നെർവസ് ബിഫോർ ഡെലിവറിങ് എ സ്പീച്ച് ടു എ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. നമ്മൾ സ്റ്റേജ് ഫ്രൈറ്റ് എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് ഒന്ന് പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ഒരു പാട്ട് പാടാനോ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു നെർവസ്നെസ്, ആ ഒരു കൈൻഡ് ഓഫ് പേടി. ഓക്കെ, സ്റ്റേജ് ഓഡിയൻസിനെ ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു പേടി. അപ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ആ ഒരു ട്രേറ്റിനെയാണ് നമ്മൾ സെക്കൻഡറി ട്രേറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് എപ്പോഴും ആ പേടി ഉണ്ടാകത്തില്ല, എപ്പോഴും ആ ഒരു സ്റ്റേജ് ഫ്രൈറ്റോ എപ്പോഴും അങ്ങനെ ഒരു ഇമോഷൻ, ആ ഒരു സ്റ്റേറ്റ് ഒരിക്കലും നമുക്ക് ഉണ്ടാകത്തില്ല. അണ്ടർ സർട്ടൻ കണ്ടീഷൻസ് ആൻഡ് സർക്കംസ്റ്റൻസിൽ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി ട്രേറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, hope you have understood. Next we are going to deal the next question, that is when we make
use of many experiences and examples for arriving at a generalized principle or conclusion. It is known as option A, inductive reasoning, option B, hypothetico-deductive reasoning, option C, deductive reasoning, option D, transudative reasoning. ഇതിൽ നമുക്ക് ആകെപ്പാടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 2 ടൈപ്സ് ഓഫ് റീസണിങ്ങേ ഉള്ളൂ. ഫസ്റ്റ് വൺ ഇൻഡക്റ്റീവ്, സെക്കൻഡ് വൺ ഡിഡക്റ്റീവ്. ഇവിടെ ഡിഡക്റ്റീവ് എന്ന് പറയുമ്പോൾ ജനറൽ ടു പെർട്ടിക്കുലർ ആണ്. ഓക്കെ, DGP നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന ഒരു കുറുക്ക് വഴിയാണ് ഈ ഒരു ഡിഡക്റ്റീവ് റീസണിങ് അല്ലെങ്കിൽ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്സിനെ കുറിച്ചൊക്കെ ഡീൽ ചെയ്യുമ്പോഴത്തേക്ക് പഠിക്കുന്നതാണ് ജനറൽ ടു പെർട്ടിക്കുലർ അല്ലെ, DGP. ആ ഒരു കോഡ് നമ്മൾ പഠിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ നൗൺ പഠിക്കുമ്പോൾ നെയിം ഓഫ് എ പ്ലേസ്, പേഴ്സൺ ഓർ തിങ് എന്ന് പഠിക്കുന്നു. അതൊരു ജനറൽ കാര്യമാണ്. നൗണിനെ കുറിച്ച് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മൾ അതിൻ്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നോക്കുന്നുണ്ട്. ദാറ്റ് ഈസ് നൗൺ ഇസ് എ നെയിം ഓഫ് എ പ്ലേസ്, പേഴ്സൺ ഓർ തിങ്, ലൈക്ക് ആനിമൽ, ബോയ്, ബാങ്കിൾ. സോ ഇതെല്ലാം നമ്മൾ പെർട്ടിക്കുലറിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ളൊരു സാധനത്തിലോട്ട് ജനറലിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടൊരു സ്ഥലത്തോട്ട് വരികയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡിഡക്റ്റീവ് റീസണിങ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മൾ ഇൻഡക്റ്റീവ് റീസണിങ് വരുമ്പോഴത്തേക്ക് അവിടെ നടക്കുന്നത് എന്താണ്? പെർട്ടിക്കുലർ ഓർ സ്പെസിഫിക് ടു ജനറൽ. സ്പെസിഫിക്കിൽ നിന്ന് നമ്മൾ ജനറലിലേക്ക് പോകുകയാണ്. ലൈക്ക് നമ്മൾ ബോയ്, ക്യാറ്റ്, ബോട്ടിൽ, പെൻ. അപ്പം നമ്മൾ ഇതൊക്കെ എന്തൊക്കെയാണ്? വസ്തുക്കളാണെന്ന് പറയും, തിങ്സ് ആണെന്ന് പറയും, ചിലത് ആനിമൽസ് ആണെന്ന് പറയും, ചിലത് പേരുകളാണെന്ന് പറയും. അപ്പോൾ ഇതിലെല്ലാം കോമൺ ആയിട്ട് എന്തുണ്ട്? എന്നിട്ട് നമ്മൾ നൗണിലോട്ട് പോകുന്നു. ഓക്കെ, ആദ്യം എക്സാമ്പിൾസ് പറഞ്ഞ് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ കാറ്റഗറീസ് എല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ നൗണിലേക്ക് ജനറൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പോകുന്നു. അതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഫ്രം പെർട്ടിക്കുലർ ഓർ സ്പെസിഫിക് ടു ജനറൽ. ഇനി DGP ആണെങ്കിൽ അല്ലെങ്കിൽ ഡിഡക്റ്റീവ് റീസണിങ് ആണെങ്കിൽ ഫ്രം ജനറൽ ടു പെർട്ടിക്കുലർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോൾബർഗ് പ്രൊപ്പോസ്ഡ് എ സ്റ്റേജ് തിയറി ഓഫ് ഡാഷ്. ഓപ്ഷൻ A, social development, option B, psychosocial development, option C, cognitive development, and option D, moral development. ഇത് നമ്മൾ നല്ലപോലെ പഠിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കോൾബർഗിൻ്റെ എന്താണ്? മോറൽ ഡെവലപ്മെൻ്റ് ആണ്. കാരണം സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ വൈഗോട്സ്കിയുടെയാണ്. സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എറിക്സൻ്റെ ആണ്. അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുമ്പോൾ പിയാജെയുടെ ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാച്ചുറലി occurring response in learning theory is called option A, conditioned response, option B, aversive response, option C, unconditioned response, option D, vicarious response. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, ഓപ്ഷൻ C. ഇതിൽ നമുക്കറിയാം കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് ആണ്. ഇറ്റ്സ് ഗിവൺ ടു എ പേഴ്സൺ ഓർ ആനിമൽ ടു ബിഹേവ് ഇൻ സർട്ടൺ വേ ഓർ ടു അക്സെപ്റ്റ് സർട്ടൺ സിറ്റുവേഷൻസ്. അപ്പോൾ നമ്മൾ ഒരു ആൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങൾക്കോ കൊടുക്കുന്ന ഒരു ട്രെയിനിങ്ങിനെയാണ് നമ്മൾ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർ ഒരു സർട്ടൺ വേയിൽ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവർ സർട്ടൺ സിറ്റുവേഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ ഒരു കണ്ടീഷനിങ്ങും ഇല്ലാതെ നാച്ചുറലി നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിനെ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും വിളിക്കുന്നത്? അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. കാരണം നമ്മൾ അവിടെ കണ്ടീഷനിങ്ങോ ട്രെയിനിങ്ങോ കൊടുക്കുന്നില്ല, നാച്ചുറലായിട്ടാണ് ഈ ഒരു റെസ്പോൺസ് ഉണ്ടാകുന്നത്. സോ അതിനെയാണ് നമ്മൾ നാച്ചുറലി ഒക്കറിങ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അത് ഇറ്റ് ഇസ് എ തിയറി, ഇറ്റ്സ് എ ലേണിംഗ് തിയറി called unconditioned response. Okay, next question. Choose the most appropriate combination from the list for teacher maturity. Teacher maturity യിൽ വരുന്ന മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ, ഡിപ്പെൻഡൻറ്റ്, സബോർഡിനേറ്റ് പൊസിഷൻ, ലിമിറ്റഡ് ബിഹേവിയർ, ഡീപ്പ് ഇൻട്രസ്റ്റ്. ഓപ്ഷൻ ബി, ആക്റ്റീവ് ലിമിറ്റഡ് ബിഹേവിയർ, ലോങ് ടൈം പെർസ്പെക്റ്റീവ്, സൂപ്പർ ഓർഡിനേറ്റ് പൊസിഷൻ. Option C, active superordinate position, deep interest, long time perspectives. Option D, shallow interest, short time perspective, passivity,
independence. So the correct answer is option C, active, superordinate position, deep interest, long time perspectives. Okay. Superordinate position എന്ന് വെച്ചാൽ a person who is having superior rank എന്നാണ്. ഇനി ലോങ് ടൈം പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരു നല്ല ഒരു ഡീപ്പായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുക എന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ടീച്ചറിൻ്റെ ഒരു ഗുഡ് കോമ്പിനേഷൻ എന്ന്. NCF 2005 proposes the evaluation system should be based on option A marks, option B grades, option C both marks and grades, option D none of the above, and the correct answer is option B grades. Okay, so NCF 2005 എന്ന് പറയുന്നത് പ്രൊപ്പോസ് ചെയ്യുന്നത് എന്താണ്? ഇവാലുവേഷൻ സിസ്റ്റം ഷുഡ് ബി റാങ്ക്ഡ് ഓൺ ബോത്ത് മാർക്സ് ആൻഡ് ഗ്രേഡ്സ് ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് KCF ഏത് വർഷമാണ്? 2007-ലാണ്. ഓക്കെ, നെക്സ്റ്റ് 20th question. Imagine you are bicycling in a race. Which of the following is the best example of an extrinsic motivation for this activity? അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ കറക്റ്റ് ആയിട്ട്? ഫസ്റ്റ് ഓപ്ഷൻ ബൈക്കിംഗ് ടു എൻജോയ് ദ ഫ്രഷ് എയർ, ബി റേസിംഗ് മണി ഫോർ എ ചാരിറ്റി യു ബിലീവ് ഇൻ, ഓപ്ഷൻ സി ക്രൗഡ്സ് ചിയറിംഗ് വെൻ യു ഗെറ്റ് എ ട്രോഫി, ഓപ്ഷൻ ഡി ടു ഇൻക്രീസ് യുവർ ഹെൽത്ത് ത്രൂ എക്സസൈസ്. ഓക്കെ, സോ ഫസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കിയോ എന്ന് എനിക്കറിയില്ല. ഇമാജിൻ യു ആർ ബൈസൈക്ലിംഗ് ഇൻ എ റേസ്. നമ്മൾ റേസിലൊരു വണ്ടി ഓടിക്കുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ? ഇവിടെ നമ്മൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഇത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് കംസ് ഫ്രം ഔട്ട്സൈഡ്. ഓക്കെ, ലൈക്ക് എന്താ, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകളെയാണ് നമ്മൾ ഓർക്കുന്നത്. റിവാർഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് കിട്ടുന്ന അംഗീകാരങ്ങൾ, അതിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇസ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആകട്ടെ, ഇറ്റ് ഇസ് കമ്മിങ് ഫ്രം വിത്തിൻ. ഓക്കെ, ഇറ്റ് ഇസ് കമ്മിങ് ഫ്രം വൺ സോൾ, അല്ലെങ്കിൽ ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് വരുന്നതാണ് ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, യുവർ പാഷൻ ഫോർ സർട്ടൻ തിങ്സ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫണ്ണ്, ഒരു ജെനുവിൻ ഇൻട്രസ്റ്റ് കാരണമായിരിക്കാം ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടാകുന്നത്. സോ ഇവിടെ ഒരു ബൈസൈക്ലിംഗ് റേസിൽ ഒരാൾ പങ്കെടുക്കുന്നു. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ എക്സ്ട്രിൻസിക് ആയിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രൗഡ്സ് ചിയറിംഗ് വെൻ യു ഗെറ്റ് എ ട്രോഫി. നമുക്ക് ട്രോഫി കിട്ടുന്നു, ഒരു റിവാർഡ് കിട്ടുന്നു, അപ്പോൾ പുറത്തുനിന്ന് മറ്റുള്ളവരുടെ അംഗീകാരം, അക്സെപ്റ്റൻസ് കിട്ടുന്നു. അതിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ.